തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ മംഗൽപാടി പഞ്ചായത്തിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കും ഭാര്യയ്ക്കും നേരെ ആക്രമണം. കല്ലും പടക്കവും എറിഞ്ഞതിനെ തുടർന്ന് ഇവരുടെ വീടിന്റെ മുൻഭാഗവും തകർന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡായ ഉപ്പളഗേറ്റിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയും NCPS മഞ്ചേശ്വരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ അഷ്റഫ് പച്ചിലമ്പാറ, ഭാര്യ ഔവാബി എന്നിവർക്ക് നേരെയും ഇവരുടെ വീടിന് നേരെയുമാണ് ആക്രമണമുണ്ടായത്. വിജയാഹ്ലാദ പ്രകടനവുമായി എത്തിയ മുസ്ലിം ലീഗ് പ്രവർത്തകർ അകാരണമായി ആക്രമിക്കുകയായിരുന്നുവെന്നും ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു. വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടായി, ഞങ്ങൾ ഉറങ്ങിയോണ്ടുണ്ടായി. ബൈക്ക് റേസ് ആക്കിയിട്ടും അതാക്കിയിട്ട് സൗണ്ട് ഭയങ്കര നല്ലോണം സൗണ്ട് ആക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് പടക്കം പൊട്ടിക്കുമ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാനാണ് പോയത്. വീഡിയോ എടുക്കാൻ പോയിട്ടാകുമ്പോൾ ഞങ്ങൾ എന്തെല്ലോ വേണ്ടാത്ത വിളിച്ചിട്ടാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ പടക്കം പൊട്ടിക്കാൻ കാല അതായത് നിന്റെ ഉപ്പൻ്റെ റോഡാന്ന് ചോദിച്ചു. എന്നിട്ട് വെടക്ക് എന്തെല്ലോ തെറി വിളിച്ചു, ഞങ്ങളെ എന്തെല്ലോ വിളിച്ചിട്ടാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ പടക്കം പൊട്ടിക്കാൻ കാല. അങ്ങനെ പറഞ്ഞിട്ടാകുമ്പോൾ ആടുന്ന് എന്തെല്ലോ പറഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങളെ മേലിലേക്ക് ഇങ്ങനെ ചാടാൻ വന്നിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് അങ്ങ് ഞങ്ങളെ മേലിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ട് വന്നു, ഞങ്ങളെ മേലിലേക്ക് ഇങ്ങനെ വീയാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കല്ലെടുത്തിട്ട് അങ്ങ് എറിഞ്ഞു. അവരും ഞങ്ങളെ ഫസ്റ്റ് എന്താക്കി പടക്കം പൊട്ടിച്ച് കൈക്ക് തെറിപ്പിച്ച് പടക്കം കൈക്ക് പൊട്ടിച്ച് തെറിപ്പിച്ചിട്ടാകുമ്പോൾ കല്ല് ഞങ്ങൾ എറിഞ്ഞു. ഞങ്ങളുടെ മേലിലേക്ക് ഇങ്ങനെ എൻ്റെ ചേച്ചി ഗർഭിണിയായ ചേച്ചിയാണ്, അവള് വയറ്റിനെ പിടിച്ചിട്ട് ഇങ്ങനെ തള്ളി. എൻ്റെ മേളിലേക്ക് 5 പേര് ഒന്നിച്ച് വന്നിട്ട് ഇങ്ങനെ തള്ളിയില്ല. 5 പേര് ഒന്നിച്ച് വന്നിട്ട് ഞങ്ങളെ സ്വയരക്ഷമാണ്. ഞങ്ങൾ ആരും അങ്ങോട്ട് പോയതല്ല, അവർ ഇങ്ങോട്ട് വന്നിട്ടാണ് ഞങ്ങളെടുത്ത് തല്ലാക്കിയത്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ആരും തല്ലാക്കാൻ പോയി. ഞങ്ങൾ വീട്ടിൽ ഉറങ്ങിയോണ്ടുണ്ട്, സ്ഥാനാർത്ഥിയായി ഉപ്പന്നെ കിടന്നുറങ്ങിയോണ്ട് ഞങ്ങൾ 5 പേരും. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ മുന്നറിവ് എന്തെങ്കിലും തന്നിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഞങ്ങൾക്ക് മുൻ സുരക്ഷ ഞങ്ങൾ ഒരുക്കെട്ടി. ഞങ്ങളെടുത്ത് എനിക്ക് വാർണിംഗ് തന്നു. എന്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ തീയിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വാർണിംഗ് തന്നു. നിങ്ങളെ വീട്ടിൽ രാത്രി വന്നിട്ട് തീയിട്ട് കത്തിക്കും. ഞങ്ങൾക്ക് എന്ത് സുരക്ഷയുള്ളത്? രാത്രി ഞങ്ങളുടെ വീട്ടിലിട്ട് നിങ്ങളെല്ലാവരും കത്തിക്കും ഞങ്ങൾ പറഞ്ഞിട്ട് പോയിട്ടത്. നിങ്ങൾക്ക് രാത്രി വരുന്ന നിങ്ങളെ വീട്ടിലൊക്കെ എണ്ണ ഒഴിച്ച് കത്തിക്കുന്നതാണ് പറഞ്ഞിട്ട് പോയത്. ഔവാബിയുടെ നേരെ കല്ലെറിയുന്നത് കണ്ട് ഓടിയെത്തിയപ്പോഴാണ് അഷ്റഫിന്റെ കൈപിടിച്ച് തിരിക്കുകയും ആക്രമിക്കുകയും ചെയ്തത്. ഔവാബിയുടെ 2 കാലുകൾക്കും പരിക്കേറ്റു. ഇതേ തുടർന്ന് ഇരുവരെയും കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി. UDF-ന് വേണ്ടി മത്സരിക്കാനിറങ്ങിയ ലീഗിലെ ഗോൾഡൻ അബ്ദുറഹ്മാനോട് വെറും 94 വോട്ടുകൾക്കാണ് ഇടതുമുന്നണിക്ക് വേണ്ടി ജനവിധി തേടിയ അഷ്റഫ് പരാജയപ്പെട്ടത്. ഇതിലൂടെ കടുത്ത വെല്ലുവിളി ഉയർത്തിയ വൈരാഗ്യമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് പറയുന്നത്. വിവരമറിഞ്ഞ് LDF കൺവീനർ KP സതീഷ് ചന്ദ്രനും NPS നേതാക്കളും ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്ന അഷ്റഫിനെയും ഔവാബിയെയും ആശ്വസിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.